ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം തിരുക്കുടുംബം വിചിന്തനം നമ്മൾ തുടരുന്നു. നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. ഈശോ, മറിയം, യൗസേപ്പ് ചേരുന്നതാണ് ദി അൾട്ടിമേറ്റ് ഫാമിലി യൂണിറ്റ് തിരുക്കുടുംബം. ഇനി അതിൽ യേശുവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. നമ്മളിനി അടുത്ത 3 എപ്പിസോഡിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് രക്തസാക്ഷികളുടെ രക്തസാക്ഷി എന്നാണ്. പറയുണ്ട്, ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്നും പലതും നമുക്ക് പഠിക്കാനുണ്ട്. ഈ അമ്മയുടെ ജീവിതം ഒരു മാതൃകയാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബത്തിന് അതിൻ്റെതായ അനുഗ്രഹമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമുക്കൊരു 10 വചനഭാഗങ്ങൾ പ്രത്യേകമായിട്ട് എടുക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ വചനഭാഗങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. ലൂക്ക 1:27 വചനം. ലൂക്ക 1:27 നമ്മൾ കാണുന്നത് ജീവിത വിശുദ്ധിക്ക് വില കൽപ്പിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവദൂതൻ അവളുടെ അടുത്ത് വന്നപ്പോൾ അവളുടെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. കന്യകയായിരുന്നു, കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ജീവിത വിശുദ്ധിക്ക് വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. തൻ്റെ ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. 2-ാമത്തെ വചനം ലൂക്ക 1:28 നമ്മൾ കാണുന്നുണ്ട്. മറിയം ദൈവകൃപ നിറഞ്ഞവളായിരുന്നു. ഏതൊരു ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് കൃപയിലുള്ള ജീവിതത്തിലേക്ക്. സ്വന്തം കഴിവുകളോ അല്ലെങ്കിൽ സാമർഥ്യങ്ങളോ അല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപ. നമ്മൾ കാണുന്നുണ്ട്, ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്ത് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൂതൻ പോലും കൈകൂപ്പി മറിയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. മറിയത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, മറിയത്തിൻ്റെ സമ്പത്ത് കണ്ടിട്ടല്ല, മറിയത്തിൻ്റെ കഴിവുകൾ കണ്ടിട്ടല്ല, കൃപയുടെ നിറവ്. പറയുണ്ട്, മനുഷ്യര് മാത്രമല്ല, ദൈവദൂതര് പോലും നമ്മെ ബഹുമാനിക്കും കൃപയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 3-ാമത്തെ വചനം ലൂക്ക 1:35. അവിടെ നമ്മൾ കാണുന്നു, മറിയം പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു. ഗബ്രിയേൽ ദൂതൻ സൂചിപ്പിച്ചൊരു കാര്യം, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. ഇതെല്ലാം സാധ്യമാകും. അതെല്ലാം സാധ്യമായി. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, മറിയം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ലൂക്ക 1:38 എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, എളിമയും അനുസരണവുമുള്ള വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. അവിടുത്തെ ഹിതം പോലെ സംഭവിക്കട്ടെ എന്നാണ് മറിയം പറഞ്ഞത്. ഇന്ന് സ്വന്തം ഇഷ്ടം നടക്കണം എന്ന് നിർബന്ധ ബുദ്ധിയിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അങ്ങനെ ഒരു മനോഭാവമല്ല മറിയത്തിനുണ്ടായിരുന്നത് എന്നിവിടെ നമുക്ക് കാണാൻ പറ്റും. സ്വന്തം ഇഷ്ടങ്ങൾ ബലികഴിച്ചുകൊണ്ട് പോലും ദൈവേഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. 5-ാമത്തെ വചനം ലൂക്ക 1:45. വിശ്വാസത്താൽ ഭാഗ്യവതിയായവളാണ് പരിശുദ്ധ കന്യകാമറിയം. എലിസബത്ത് പറയുന്നുണ്ട്, നീ ഭാഗ്യവതി, കാരണം ഇതെല്ലാം നിറവേറുമെന്ന് നീ വിശ്വസിച്ചു, അതുകൊണ്ട് നീ ഭാഗ്യവതിയായി മാറി. വിശ്വാസം നമ്മെ ഭാഗ്യപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തും. 6-ാമത്തെ വചനം ലൂക്ക 1:56. സ്വയം മറന്ന് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുന്ന മറിയത്തെ നമുക്ക് കാണാൻ പറ്റും. ഇനി തൻ്റെ കാര്യം വിട്ടിട്ട്, തൻ്റെ ഉദരത്തിലുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യങ്ങൾ പോലും വിട്ടിട്ട് അവൾ പോകുന്നു എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ. ആ ശുശ്രൂഷ മനോഭാവം മറിയത്തിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ്. 7-ാമത്തെ കാര്യമാണ് ലൂക്ക 2:19 നമ്മൾ കാണുക. മറിയം ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഒരു വ്യക്തിയാണ്. ധ്യാനിക്കാൻ മറിയത്തിന് ഒരു പ്രയാസമില്ലായിരുന്നു. കേട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ആഴമായി അവയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് ലൂക്ക 2:19 നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 19-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കുരിശിൻ ചുവട്ടിലെ മറിയം സഹനത്തെ സധൈര്യം നേരിട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അവസാനത്തെ വചനം നമ്മൾ കാണുന്നുണ്ട്,
യോഹന്നാൻ 19:27. മറിയത്തിൻ്റെ മാതൃസഹായം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ ദാനമാണ്. യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇതാ നിൻ്റെ അമ്മ, അവളെ അമ്മയായി സ്വീകരിക്കുക എന്നുള്ളത്. ആ മാതൃസഹായം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണ്. പ്രിയപ്പെട്ട ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് മറിയത്തെ അനുകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനൊരു പരിശ്രമം നമുക്ക് നടത്താം. നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത് മറിയത്തെയും മാതൃഭക്തിയെയും ദുഷിക്കുന്നവരുടെ മാനസാന്തരം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.